നമ്മളെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം, നമ്മുടെ ആയുസ്സിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം, ഇതൊന്ന് മനസ്സിലാക്കി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാനാണ് എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആത്മനിയോഗം. മിഷൻ എന്ന ആ വാക്കിൻ്റെ മൂലഭാഷ, ആമേൻ, അതിൻ്റെ അർത്ഥതലങ്ങൾ ടു സെൻഡ് എന്ന പദമാണ്. മഹാനിയോഗത്തെ ഇന്ന് രാവിലെ ഒന്ന് തിരിച്ചറിഞ്ഞ് ആ മഹാനിയോഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു തലമുറ ഈ മുളക്കുഴയുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഇന്ന് രാവിലത്തെ യോഗം ഒരു ചരിത്രമായി മാറട്ടെ. ചരിത്രാതീതനായ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. റോബർട്ട് എഫ് കുക്ക് എന്ന അനുഗ്രഹീതനായ ദൈവദാസൻ്റെ പാദസ്പർശനവും തന്നിലൂടെ വിതയ്ക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ മാറ്റൊലികളും അതിൻ്റെ ചരിത്രമുറങ്ങുന്ന ആ റൂം ഉൾപ്പെടെ, താൻ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ, ഞാൻ ചെന്ന് കാണാൻ കഴിഞ്ഞതിന് മുൻപുള്ള വർഷം കർത്താവ് ഒരിക്കലൊരവസരത്തെ തന്നു. ചേർന്ന് നിന്ന് ചരിത്രത്തിൻ്റെ ഇന്നലത്തെ ഏടുകളിൽ ഈ കൊച്ചു കേരളത്തിൻ്റെ ഇടവഴികളിലൂടെ, പെരുവഴികളിലൂടെയൊക്കെ സുവിശേഷത്തിൻ്റെ യാത്ര ചെയ്ത ആ ദൈവഭൃത്യന്മാർ, അദ്ദേഹത്തോടൊപ്പം തന്നെ എത്രയെത്ര മിഷണറിമാർ, ഗ്രെയിന്, ജോർജ് ബർഗ് തുടങ്ങിയ എത്രയെത്ര ദൈവദാസന്മാർ ഈ കേരളത്തിൻ്റെ തങ്ങൾ പാർത്ത ദേശത്തിൻ്റെ സകല സുഖസൗകര്യങ്ങളെയും വെടിഞ്ഞ് ദൈവിക ദർശനത്തോടുകൂടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വന്ന് ഇവിടെ സത്വാർത്ത അറിയിക്കാൻ, സുവിശേഷം അറിയിക്കാൻ കർത്താവ് അവർക്ക് കൊടുത്ത ദർശനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന നിയോഗത്തിൻ്റെ വചനം റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വേദഭാഗങ്ങളാണ്. ബൈബിള് കൊണ്ടുവന്ന എല്ലാ കുഞ്ഞുങ്ങളും ആ വാക്യം ദയവായിട്ട് ഒന്ന് എടുക്കണം. ആമേൻ. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 14-15 വേദഭാഗങ്ങൾ. നമുക്ക് വേഗത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും ബൈബിൾ എടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൈബിള് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ ആ ബൈബിള് കയ്യിലൊന്നെടുത്ത്, ബൈബിള് കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾ ആ ബൈബിള് കയ്യിലൊന്നെടുത്ത് ആ ബൈബിളൊന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അയ്യോ, രാവിലെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? നല്ല ഒച്ചയിലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വെരി ഗുഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാവൊരത്ഭുതം, കാതൊരത്ഭുതം, തലച്ചോറൊരത്ഭുതം. ഒന്ന് ശ്രദ്ധിക്കൂ. 2000 മുതൽ 4000 വരെ ടേസ്റ്റ് ബഡ്സ് ഉള്ള നമ്മുടെ നാവും 1300 ഗ്രാം ഉള്ള തലച്ചോറ്, 120 ലക്ഷം കോടി ന്യൂറോണുകൾ അടങ്ങിയിരിക്കുന്ന തലച്ചോറ്, മോനെ 9000 ഗന്ധമറിയുന്ന നിന്റെ മൂക്ക്, അതൊരത്ഭുതമാണ് കേട്ടോ. കോവിഡ് വന്നപ്പോഴാ കൊച്ചു കേരളം മനസ്സിലാക്കിയത് നാക്കാരാ മൂക്കാരാന്ന്. കാരണം അറിയാമോ, ഗന്ധമറിയാതെ വന്നു. ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇല്ലാതെ വന്നു. വിക്സ് വാരിയും പെരട്ടിയിട്ടും സ്പ്രേ അടിച്ചിട്ടും നല്ല സോപ്പ് ഉപയോഗിച്ചിട്ടും അതിൻ്റെ ഗന്ധമറിഞ്ഞില്ല. അതിനുശേഷം ജീവിച്ചിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കൊരാമയം പറഞ്ഞേക്കണം. ശരീരത്തിൻ്റെ ഓരോ സിസ്റ്റം നോക്കണം. അത്ഭുതമാണ്. ഞാനിത് പറയുന്നത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് കേട്ടോ. 51 അക്ഷരമുള്ള മലയാളം, അതും നമുക്ക് തന്നിരിക്കുന്ന 51 അക്ഷരമുള്ള മലയാളമാണ്. ആ മലയാള ഭാഷയിൽ ഇച്ഛ പറയണമെങ്കിൽ നാവിൻ്റെ നടുഭാഗം മേലെണ്ണാക്കിൽ മുട്ടണം, ഇല്ല് പറയണമെങ്കിൽ പല്ലേ വന്ന് നാക്ക് മുട്ടണം, ഭാ പറയണമെങ്കിൽ ചുണ്ട് രണ്ടുകൂടെ കൂട്ടിയിടിക്കണം, ഇങ്ങ പറയണമെങ്കിൽ മൂക്കിനകത്തൂടെ കയറി ഇറങ്ങണം. എന്തും വേണ്ടി അത്ഭുതം ഉണ്ടെന്നറിയാമോ? അക്ഷരം പറയുന്നതിനകത്ത് ഈ സ്വനതന്തുക്കളെല്ലാം കൂടെ, ഇവിടുന്ന് സ്വനതന്തുക്കൾ, മേലെണ്ണാക്ക്, മോണ, പല്ല്, ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളുടെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ നമ്മുടെ നാവ് ചലിക്കുന്നത്. അതുകൊണ്ട് ശബ്ദമുള്ള സകല കുഞ്ഞുങ്ങളും, സംസാരശേഷിയുള്ള സകല കുഞ്ഞുങ്ങളും ദൈവത്തെ ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതിക്കണം കേട്ടോ. ആമേൻ. ഇല വീഴുന്ന ഒച്ചയും ഇടിവെട്ടുന്ന ഒച്ചയും കേൾപ്പിക്കുന്ന ഒരു കാത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഓർത്തിരിക്കാൻ തലച്ചോറിൻ്റെ 4 ഭാഗങ്ങളെ വേർതിരിച്ച് അതിനകത്ത് ഓർമ്മയുടെ തലങ്ങളെ തന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം പറയണം. 1 മിനിറ്റിൽ സ്പന്ദിക്കുന്ന നമ്മുടെ ഹൃദയം, അതിൻ്റെ താളങ്ങൾ, അത് തെറ്റാതെ ദൈവം സൂക്ഷിക്കുന്നല്ലോ. അതോർത്ത് കർത്താവിന് മഹത്വം കരയറ്റണം. നിങ്ങൾ ഒന്ന് സജ്ജരാകേണ്ടതിന്, സജീവമായി നിൽക്കേണ്ടതിനാണ് ഈ പദങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ ഒന്ന് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ശക്തിയോടെ ദൗത്യ നിർവഹണത്തിൻ്റെ ആവശ്യകതയെ വിളിച്ചോതുന്ന അതീവ ഗൗരവമുള്ള വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 14-15 വാക്യങ്ങൾ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും?
അടുത്ത വാക്ക്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവിന് സ്തോത്രം. റോമാലേഖനം 10:9 അതാണ് രക്ഷയുടെ ആപ്തവാക്യം. മക്കളെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും പിറകിൽ ഉൾപ്പെടെ സംസാരിക്കല്ലേ. എത്ര ദൂരപരിധിക്കകത്ത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കപ്പുറത്ത് നിങ്ങളിരുന്നാലും, ഈ മഹായോഗത്തിൻ്റെ പ്രത്യേകത ഏറ്റവും പിറകിലിരുന്നാലും, നടുക്കിരുന്നാലും, വശത്തിരുന്നാലും അരികിലേശു ഉള്ളതിന് സ്തോത്രം പറയണം. ഈ വൈപ്പി ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഇവിടെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശ ഗോപുരങ്ങളെക്കാൾ, പ്രകാശ ദീപങ്ങളെക്കാൾ, ഇവിടെയുള്ള ശീതീകരണ മുറിയേക്കാൾ എത്ര മനോഹരമായി ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണല്ലോ ഈ ഓഡിറ്റോറിയം തന്നെ. അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ മറന്നു പോകരുത്. ഒന്ന്, മിഷന്റെ ആവശ്യകതയാണ് ഒന്നാമത്തെ ചിന്ത. നിങ്ങൾക്കത് വേണമെങ്കിൽ നോട്ട് ചെയ്യാം ദയവായി മക്കളെ. വാട്ട് ഈസ് ദ എയിം അല്ലെങ്കിൽ പർപ്പസ്, അതിൻ്റെ നീഡ്, അതിൻ്റെ ആവശ്യകത എന്താണ്? ദൗത്യ നിർവഹണത്തിൻ്റെ ആവശ്യകത എന്താണ്? പാപം പച്ചവെള്ളം പോലെ കുടിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. അക്വേറിയത്തിലെ ഒരു മീൻ ചത്തുപോയി. ആ കുഞ്ഞ് ആ മീനോടൊപ്പം ചാകാൻ തീരുമാനിച്ചു. ഹൈലി സെൻസിറ്റീവാണ് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞ് മരിച്ചു. ഫോൺ ചെയ്യുന്ന കാര്യം അമ്മ പറഞ്ഞു, വൈകിട്ട് അപ്പൻ വരുമ്പോ ഞാനത് അപ്പനോട് പറയും. അപ്പൻ വരുന്നതിന് മുൻപ് അമ്മയുടെ സാരിയിൽ ആ കുഞ്ഞ് കെട്ടിഞ്ഞാന്ന് ചത്തു. നിങ്ങൾ കണ്ടില്ലേ? അമ്മ 2 മക്കളെയും കൊണ്ട് ട്രെയിനിന്റെ മുൻപിലേക്ക് ചെന്ന് ചിന്നിച്ചിതറിയ, കേരളത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ, ഒരു വല്ലാത്ത സങ്കടക്കടലിലാക്കിയ ചരിത്രം. ചില കുഞ്ഞുങ്ങൾ പലതിനും അടിമകളാണ്. ചിലർ ഡിപ്രഷൻ അടിമയാണ്, ചിലർ ആൻസൈറ്റിക്ക് അടിമയാണ്, ചിലർ ആകുലതകൾക്ക് അടിമയാണ്, ചിലർക്ക് ഭാരങ്ങളാണ്, ചിലർക്ക് ജീവിതം വേണ്ട എന്ന് പറയുന്ന, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ തിരിച്ചറിയാൻ ആരുമില്ല. ഇങ്ങനെ LKG മുതൽ അങ്ങ് കോളേജിൽ പഠിക്കുന്ന ആള് വരെ സംഘർഷങ്ങളിലൂടെ, സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വല്ലാത്ത കാലത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന AI കാലം. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ തന്നെ ഒരിക്കലൊരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൻ്റെ പഠന പരമ്പര അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ശ്രോതാക്കളിൽ ഒരാൾ വന്ന കരം തന്നിട്ട് പറഞ്ഞു, പാസ് പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ഞാൻ വിചാരിച്ചു അദ്ദേഹം ന്യൂ ടെക്സ്റ്റ്മെന്റിൽ ഡോക്ടറേറ്റ് എടുത്തയാളായിരിക്കുമെന്ന്. അല്ല, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം കൊരിന്ത് പോയി കണ്ടിട്ട് വന്നയാളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ശ്രോതാക്കൾ എത്രമാത്രം ശ്രേഷ്ഠതയുള്ളവരാണ്. എനിക്കറിയാം എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഹേ ഗൂഗിൾ എന്ന് ചോദിച്ച്, ഹേ ശ്രീ എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങൾ കമ്പ്യൂട്ടറിനോട് ചോദിക്കുന്ന കുഞ്ഞുങ്ങളാണ്. രാപ്പകലുകൾ. മക്കളെ, എത്ര പേരുണ്ട് ഇവിടെ? ശ്രദ്ധിക്കണേ. ചിലർ ഈ ഗെയിമുകൾക്ക് അടിമകളായ കുഞ്ഞുങ്ങളുണ്ട്. ഞാനൊരു ക്യാമ്പിൽ ചോദിച്ചപ്പോൾ മക്കളെ കൊല്ലുന്ന ഗെയിം ഉണ്ടോളല്ലോ എന്ന് പറഞ്ഞതും ഒരു 5-6 പേര് ഈ കുഞ്ഞുങ്ങളുടെ നടുവിൽ നിന്ന് ഒരുത്തം പറഞ്ഞു ഫ്രീ ഫയർ, അടുത്ത പറഞ്ഞു പബ്ജി. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ലാത്ത കുറച്ച് പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കേട്ടിട്ടില്ലാത്ത ഗെയിമുണ്ട്. രാത്രിയെ പകലാക്കി ഇതിനകത്തിരുന്ന് കണ്ണും പോയി തലച്ചോറും പോയി ഇതിൻ്റെ എല്ലാം പിറകിൽ അടിമകളായിരിക്കുന്ന ഒരു കൂട്ടം ജനം. നാനോ ഫാമിലിയായി. അതിൻ്റെ അർത്ഥം ചില കുഞ്ഞുങ്ങൾ ഇപ്പോഴേ അപ്പൻ്റെ അമ്മയെടുത്തും പറഞ്ഞു, എൻ്റെ കല്യാണത്തിന് 1000 പേരെ ഒന്നും വിളിച്ചേക്കരുത്, 100 പേര് മതി. തെരഞ്ഞെടുക്കും. നമ്മൾ എന്തിനാ എല്ലാവരും കൂടെ എന്തിനാ ഇത്രയും വലിയ ചെലവ് എന്ന് പറഞ്ഞ ഉള്ളിലെ കൊതുങ്ങുന്ന, ആരോട് സംസാരിക്കാത്ത, മറ്റൊരാളോട് ഇടപെടാത്ത, ഒരു ഫോണും ലോകം വിരൽത്തുമ്പിലെത്തിക്കുന്ന ഒരു മാധ്യമമുണ്ടെങ്കിൽ അതിനകത്ത് അടിമകളായിരിക്കുന്ന വല്ലാത്ത ഒരു ജനനിധി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചില ബൈക്ക് ചീറിപ്പാഞ്ഞ് എട്ടെടുത്തുകൊണ്ട് വാഹനം ഓടിച്ചു കൊണ്ടുപോകുന്ന ആളെ കാണുമ്പോഴേ എനിക്കറിയാം ഒന്നുകിൽ MDMA അല്ലെങ്കിൽ കഞ്ചാവ്. ആഘോഷങ്ങളുടെ ദിവസങ്ങളായി മാറുമ്പോൾ ഇനി കണക്കെടുപ്പ് നടക്കുമ്പോഴറിയാം എത്ര കോടിയുടെ മദ്യം ഈ കൊച്ചു കേരളത്തിൽ വിറ്റഴിയപ്പെട്ടെന്ന്. ചെറുപ്പക്കാർ പരസ്യമായി, നേരത്തെ ഒളിപ്പിച്ചുകൊണ്ടൊക്കെ പോകുന്ന മദ്യക്കുപ്പികളെ പരസ്യമായി ആളുകളുടെ മുൻപിൽ വെച്ച് എടുത്തുകൊണ്ടുപോകുന്ന ലജ്ജയില്ലാത്ത, താളം തെറ്റിയ മാനസിക നിലവാരങ്ങളിൽ തകർന്നിരിക്കുന്ന ഒരു തലമുറ. ഇതിൻ്റെ നടുവിൽ ദൈവത്തിന് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ നാവായി മാറാൻ
പാപക്കയത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് നിത്യമായ മരണത്തിൽ നിന്നും നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ വിടുവിച്ച് നിത്യജീവനെ നമുക്ക് നൽകിയ ആ സ്നേഹത്തിൻ്റെ നാഥനെ ഒന്ന് പങ്കുവെക്കാൻ ദൈവത്തിനൊരു സമൂഹത്തെ വേണം, ദൈവത്തിനൊരു സംഘത്തെ വേണം. മോനെ, നീ മൗനമായിരുന്നാൽ ദൈവം അടുത്തയാളെ തെരഞ്ഞെടുക്കും. മോളെ, നീ മറഞ്ഞിരുന്നാൽ നീ തീരുമാനിക്കുക, പാസ്റ്റർ ഐ എം സോ ഷെയിം. ഇവിടെ ഇരിക്കുന്ന ഈ ദൈവദാസന്മാരുടെ പിതാക്കന്മാരുടെ ചരിത്രം ഒന്ന് നോക്കണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, പാദരക്ഷയ്ക്ക് പാരകണ്ണ് ഉപയോഗിച്ചൊരു കാലമുണ്ടെന്ന്. ഇനി അതില്ലാതിരുന്നൊരു കാലം, മഴ പെയ്താൽ പാരകണ്ണിട്ടുകൊണ്ട് പോകുന്ന ആടെ സൈഡിലൂടെ പോലും പോകാൻ പറ്റില്ല. കാരണം ചെളി ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൺചിരാതിൻ്റെ വിളക്കിൻ്റെ വെളിച്ചത്തിലും റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിലും ശരറാന്തലിൻ്റെ വെളിച്ചത്തിലും പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിലൊക്കെ പട്ടിണിയും പഞ്ഞവും പഴിയും ദുഷിയും പരിഹാസവും ഒറ്റപ്പെടുത്തലിൻ്റെ നടുവിൽ യേശുനാഥൻ മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത ഒരു സംഘത്തിൻ്റെ തലമുറയോടാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ശബ്ദം വിളിച്ചു പറയുന്നതെന്ന് എനിക്ക് ആത്മാവിൽ ഉറപ്പുണ്ട്. ഈ യോഗത്തിന് തിരശ്ശീല വീഴുന്നതിന് മുൻപ് ഈ മുൻനിരയിലേക്ക് ആത്മനിയോഗമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ, ഒരു കൂട്ടം ചെറുപ്പക്കാരികളെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് തെരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യത്തെ കൈമാറാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് രാവിലെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ഒരുമിച്ച് ഒരാമേ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തീരാൻ തുടങ്ങിയ ഒരു കുഞ്ഞ്, അവിടെ അപ്പൻ മരിച്ചുപോയി, അവൾക്ക് മമ്മി മാത്രമേ ഉള്ളൂ. അവൾക്കൊരല്പം പ്രശ്നമുള്ള കുഞ്ഞാണ്. അവൾ തീരാൻ തീരുമാനിച്ചു, വിഷമടിച്ചു മരിക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ തൊട്ടടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു അടുത്ത റൂമിൽ. അവിടുത്തെ എന്നിട്ട് പറഞ്ഞടി, ഞാൻ ലോകത്തോടങ്ങ് വിട പറയാൻ പോകുകയാ, ജീവിതം മടുത്തു. അവളവിടെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അരുത്, നിനക്കപ്പനില്ലല്ലേ? അവൾക്കറിയാൻ തുടങ്ങി. ഞാനൊരപ്പനെ പരിചയപ്പെടുത്താം, സ്വന്തം പുത്രനെ എനിക്കും നിനക്കും വേണ്ടി തന്ന ഒരു പ്രാണം, ആ സ്നേഹമുണ്ട്, അത് യേശുവിൻ്റെ സ്നേഹമാണ്. He loves you. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തില്ല. അവൾ അവിടെ കൈപിടിച്ചിട്ട് പറഞ്ഞു, ഈ കോളേജിൽ നിന്നെ കൊണ്ടുവന്നത് എന്നെ രക്ഷിക്കാനുള്ള യേശുവിൻ്റെ പദ്ധതിയാ. മോനെ, നീ എവിടെയായിരിക്കുന്നത്? നിനക്ക് ലജ്ജയുണ്ടോ യേശു രക്ഷകനാന്ന് പറയുന്നതിനകത്ത്? ലജ്ജയുണ്ടോ യേശു കർത്താവാന്ന് പറയുന്നതിനകത്ത്? അലസന്മാരെ ഒരെണ്ണത്തെ തമ്പുരാന് വേണ്ട, മടിയന്മാരെ ഒരാളെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ സുവിശേഷത്തിൻ്റെ ദീപശിഖ, ആ ദൗത്യം നിർവഹണം കാലാകാലങ്ങളായി ചെയ്ത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന പിതാക്കന്മാരുടെ ചരിത്രം നമുക്കിന്ന് രാവിലെ ഊർജം നൽകി തരുമ്പോ, ആവേശം നൽകി തരുമ്പോ, ആമേൻ, നമുക്കിറങ്ങിയേ പറ്റുകയുള്ളൂ. തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയുടെ നടുവിൽ കുഞ്ഞേ, നീ രക്ഷിക്കപ്പെട്ടവനാ, നീ രക്ഷിക്കപ്പെട്ടവളാ, ആമേ, സ്നാനപ്പെട്ടവനാ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതാ. 4 ഭിത്തിക്കകത്തകടങ്ങുന്ന ഒരു സഭാഹോളിനകത്ത പാട്ടും പ്രാർത്ഥനയും, ആമേൻ, സാക്ഷ്യവും പ്രഭാഷണങ്ങളും ആശീർവാദങ്ങളും മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. തീയിൽ നിന്ന് ചിലതിനെ വലിച്ചെടുക്കാൻ, ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നിന്ന് ചിലതിനെ പിടിച്ചെടുക്കാൻ നീ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെന്ന് ദൂത് കൈമാറാൻ കർത്താവ് എനിക്ക് നിയോഗം നൽകി തരുന്നു. ഈ ദൗത്യ നിർവഹണത്തിന്റെ പരിധി എവിടെ വരെയാണ്? ഇതിന് നമ്മെ ബലപ്പെടുത്തുന്നത് ആരാണ്? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-10 വേദഭാഗങ്ങൾ. അതിന് ശക്തിപ്പെടുത്തുന്നത് പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത് വാക്യം പരിശുദ്ധാത്മാവാണ്. ദൗത്യ നിർവഹണത്തിന്റെ പരിധി എന്ന് പറയുന്നത് അപ് ടു ദി എൻഡ് ഓഫ് ദിസ് വേൾഡ് ആണ്. ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ആരൊക്കെ യേശുവിന് വേണം? മലയാളികളെ മാത്രം മതിയോ യേശുവിന്?
മറാഠി പറയുന്നവരെയും വേണം, മലയാളം പറയുന്നവരെയും വേണം, പഹാഡി പറയുന്നവരെയും വേണം, പഞ്ചാബി പറയുന്നവരെയും വേണം, കന്നഡക്കാരനെയും വേണം, തമ്പുരാന് തെലുങ്ക് പറയുന്നവരെയും വേണം, സ്പാനിഷ് സംസാരിക്കുന്നയാളെയും ജർമ്മൻ സംസാരിക്കുന്നയാളെയും ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കുന്നയാളെയും ബ്രിട്ടീഷ് പ്രൊനൗൺസേഷനിൽ സംസാരിക്കുന്നയാളെയും അമേരിക്കൻ സ്ലാങ്ങിൽ സംസാരിക്കുന്നയാളെയും തമ്പുരാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മുളക്കുഴയിൽ ഈ ഓഡിറ്റോറിയത്തിനകത്തിരുന്നു കൊണ്ട് ജർമ്മനിയിലുള്ള ആളെ നേടാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് പോലും എടുത്തിട്ടില്ല, ആധാരമുണ്ട്, ഒരമയം പറ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആധാറിൻ്റെ ഫോട്ടോ എപ്പോഴും കൈവെക്കുന്നത് നല്ലതാണ്, ഒരു ഫോട്ടോ കോപ്പിയെങ്കിലും. കാരണം ഈ ഫിൽറ്ററൊക്കെ വെച്ച് ഫോട്ടോ എടുത്ത് ചുണ്ടൊക്കെ ചുമപ്പിച്ച് മുഖമൊക്കെ നന്നായിട്ട് വൈറ്റാക്കി അങ്ങനെ ഫോട്ടോ എടുക്കത്തില്ലേ? അപ്പോൾ ഇടയ്ക്ക് ആധാർ നോക്കുമ്പോൾ ഒരു താഴ്മയുണ്ടാകും. കാരണം അതാണല്ലോ നമ്മൾ. മക്കളെ മറക്കല്ലേ, ബലവും ധനവും ജ്ഞാനവും എല്ലാം മായയാണ് കേട്ടോ. മമ്മി എവിടാ, പപ്പ എവിടാ, ദറംസോ ഡോളറോ ദിനാറോ പൗണ്ടോ. സുനിദ്രയുടെ മെത്തയ്ക്കകത്ത് സുഖമായി ഉറങ്ങിയാലും ഇമ എന്ന് പറയുന്നൊരു ബെഡുണ്ട്, മുട്ട വെച്ചിട്ട് കിടന്നാലും പൊട്ടില്ല എന്നാണ് ഇമ ബെഡിൻ്റെ പരസ്യം. ഇനി ഇമ വെട്ടാതെ കിടക്കണമെങ്കിൽ തമ്പുരാൻ ഉറക്കം തരണം. ഒരാമയും പറ, അതാണ് പ്രത്യേകത. അതുകൊണ്ട് ഇന്ന് രാവിലെ കുഞ്ഞെ, ധനത്തിൽ നീ പ്രശംസിക്കരുത്, നിഗളിക്കരുത്, അഹന്തയുണ്ടാകരുത്, അഹങ്കാരത്തിൻ്റെ വാക്ക് പറയരുത്. ആമേൻ. ഇന്ന് നീ അനുഭവിക്കുന്ന വീടിൻ്റെ സുരക്ഷിതത്വവും നീ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ശീതീകരണവും ചതുർചക്ര വാഹനവും ബൈക്കങ്ങോട്ട് റൈസ് ചെയ്ത് പോകാൻ ആവേശമൊക്കെ കിട്ടുമ്പോൾ നടന്ന് കർത്താവിന് വേണ്ടി ഓടിയ ഒരപ്പച്ചൻ്റെ കണ്ണുനീർ വീണ മണ്ണിൻ്റെ ചരിത്രം നിന്റെ പിൻപിലുണ്ടെന്ന സത്യം മറക്കരുത്. ഇന്ന് രാവിലെ ഉണർവിന്റെ ഒരു ഉപരിവിപ്ലവം സൃഷ്ടിക്കാനല്ല ഈ സന്ദേശം, പിന്നെയോ ആമേൻ ആമേൻ, ഈ ദൈവവചനത്തിന്റെ തീ നിന്റെ അകത്ത് അസ്ഥിക്കകത്ത് കത്തിപ്പിടിക്കണമെന്നുള്ളതാ ഞങ്ങളുടെ പ്രാർത്ഥന. ഇന്ന് രാവിലെ മടി കൂടാതെ ആരാധിക്കുന്ന, ലജ്ജ കൂടാതെ യേശുവിനെ വിളിച്ചു പറയുന്ന ഒരു സൈന്യം ഈ മുളക്കുഴയിൽ എഴുന്നേൽക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുകയാ. സോ ഇധർ സേ മൂടോ ഉധർ സേ മൂടോ സീതേ ചലോ റുക്കോ ഭയ്യ. എൻ്റെ ആദ്യത്തെ ഹിന്ദിയാ. അവൻ 97 ഡൽഹി പോകുമ്പോൾ സൈക്കിൾ റിക്ഷയിൽ ഇരുന്നു കൊണ്ട് എഴുതിയെടുത്തതാ. രാജൻ എന്ന് പറയുന്ന കർത്തൃദാസനാണ് എന്നെ ഡൽഹിക്ക് കൊണ്ടുപോയത്, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന അവസരം. അപ്പം ഇധർ സേ മൂടോ ഞാൻ എഴുതി, ഉധർ സേ മൂടോ എഴുതി, സീതേ ചലോ റുക്കോ ഭയ്യ ഞാൻ എഴുതി. അപ്പം അതിനോട് എന്താ പരിപാടി? ഞാൻ പറഞ്ഞു മലയാളത്തിൽ ഹിന്ദി എഴുതുന്നു. തമ്പുരാൻ പിന്നെ ഒരു കാര്യം ചെയ്യിച്ചു, 6 മാസം ഹിന്ദി ചർച്ചിൻ്റെ പാസ്റ്ററാക്കി നമ്മളെ പിടിച്ചങ്ങാക്കി. ഒറ്റ മലയാളിയില്ല കൃപയാൽ. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ചിരിക്കും. തോടെ ആകേസെ ബൈട്ടിയോ ജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാ പ്രശ്നമെന്നറിയാമോ? പക്ഷെ തമ്പുരാൻ തലേ കൈവച്ചിട്ട് പറഞ്ഞു, ഹിന്ദിക്കാരുടെ നടുവിൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. നിന്റെ തലച്ചോറിനെ ഞാനൊന്ന് തൊടുകയാണ്. സ്പീക്ക് ഇൻ ഹിന്ദി. हमारा परमेश्वर जिंदावन खुदावंद है, वो सच्चाई परमेश्वर है. हाथ उड़ा के प्रभु का धन्यवाद करना चाहिए. മലയാളം കൈ ഉയർത്തി ഒന്ന് സ്വോത്രം പറയാനാകട്ടോ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഹിന്ദി അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് തമ്പുരാൻ എന്നോട് പറഞ്ഞു ഹിന്ദിക്കാരുടെ നടുവിൽ ഉപയോഗിക്കും. അങ്ങ് ജമ്മു കാശ്മീരും ഹിമാചലും ആമേൻ പഞ്ചാബും എന്ന് വേണ്ട, നോർത്ത് ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിക്കാൻ കർത്താവ് കൃപ തന്നു. ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തമ്പുരാൻ പഠിപ്പിച്ചു. ഇംഗ്ലീഷിൻ്റെ മാർഗ്ഗം പരസ്യമായി പറയുന്നില്ല, ശരിയാവില്ല. അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് പ്രീ ഡിഗ്രിയുടെ ഞാൻ ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷുകാരുടെ നാട്ടിൽ പോയപ്പോൾ ഇംഗ്ലീഷുകാരിയോട് ഇംഗ്ലീഷിൽ ദൂത് പറയണം. കർത്താവ് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിൽ ദൂത് പറയൂ. ഞാൻ പറഞ്ഞു കർത്താവേ റെഡി. ആമേൻ. അവിടുത്തെ സ്വദേശിയോട് വിദേശിയാകുന്ന ഞാൻ ഇംഗ്ലീഷിൽ ദൂത് പറയുമ്പോൾ അവൾ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. 4-ാമത്തെ ആഴ്ച അവിടെ സ്നാനം നടന്നു. ഒരുമിച്ചൊരാമേൻ പറ. ഞാൻ കഴിവില്ലാത്തവനാ, ഞാൻ മിടുക്കില്ലാത്തവളാ. ചില കുഞ്ഞുങ്ങൾക്ക് ഈ കളർ ഒരു പ്രശ്നമാണ്. മക്കളെ, മനുഷ്യൻ ഒറ്റ നിറമേ ഉള്ളത്, ബ്രൗണാ. എല്ലാവരും രാമേൻ പറഞ്ഞേ. മനുഷ്യനൊറ്റ നിറയുള്ളത് ബ്രൗൺ ആണ് കേട്ടോ. ചിലർക്ക് ബ്രൗൺ കൂടുതല, ചിലർക്ക് ബ്രൗൺ
കുറവാണ്. ഇനി ഇവിടെ നല്ല ബ്രൗൺ കുറവുള്ള ആളും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല, താഴ്മ ധരിച്ചോണം. ഒരാമയം പറഞ്ഞോട്ട് അത്രയേ ഉള്ളു കാര്യം. അപ്പോഴേ ഈ ത്വക്കിൻ്റെ കളറെ നോക്കി, ഓ എൻ്റെ ദൈവമേ, ഈ പപ്പയ്ക്കും മമ്മിക്കും എന്തിനാണോ എന്നെ ഇങ്ങനെ കൊടുത്തത്. മോനെ കീബോർഡ് വേഗത്തിൽ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ആമേൻ, എന്തിനാണ് ഈ പപ്പയ്ക്കും മമ്മിക്കും എന്നെ ഇങ്ങനെ കൊടുത്തത്? എന്നാൽ നീ ഇന്ന് രാവിലെ അറിഞ്ഞിരിക്കണം, നിന്റെ അകത്തൊരുവൻ വസിക്കുന്നുണ്ട്. He is the lily of the valley. He is the bright morning star. ആമേൻ. നിന്നെ ഏറ്റവും അധികം വേണ്ട, നിന്നെ ഇഷ്ടപ്പെടുന്ന, ആര് നിന്നെ മാറ്റി നിർത്തിയാലും, ആർക്കും നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, ഒരു മഹാദൗത്യത്തിന് വേണ്ടി ഇന്ന് രാവിലെ അഭിഷേകത്തിൻ്റെ പുതപ്പിട്ട് നിന്നെ വേർതിരിക്കുന്ന ഒരു നല്ല രക്ഷകൻ ഈ യോഗത്തിൻ്റെ പരമാധ്യക്ഷനായി നമ്മുടെ നടുവിലുള്ളതിന് സ്തോത്രം പറഞ്ഞാൽ. ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ക്യാമ്പിലേക്ക് ഒരു VIP വരുന്നുണ്ട്. അദ്ദേഹത്തിന് വണ്ടി കയറി വരുന്നതിന് തടസ്സമായിട്ട് 2 വണ്ടികൾ അർജൻറ്റായിട്ട് മാറ്റിക്കൊടുക്കണം. KL 03Y1110 KL 21E 9083 ഈ 2 വണ്ടി എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റിക്കൊടുക്കുവാൻ ഓർപ്പിക്കുന്നു. സോറി. ആമേൻ. ഒരുമിച്ച് നാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. എൻ്റെ അകത്ത് വസിക്കുന്ന യേശുനാഥൻ്റെ മഹത്വം, യേശുനാഥൻ്റെ സാന്നിധ്യം അതെന്നോട് കൂടെയുള്ളതിന് ആത്മാവിലും നാമേൻ പറഞ്ഞാട്ടെ. ലോകരെല്ലാം കൈവടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകനൻ താങ്ങും തണലുമാ അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങൾ അതിൽ നൽകുന്നോ, എൻ ഭാരമെല്ലാം ചുമന്നതാ. ശാരോനിൽ പനിനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തി. ചേർന്ന് പാടിക്കുക. 10,000ങ്ങളിൽ 10,000 ഏറ്റം സുന്ദരനേ. ലൗലി 10,000 ഏറ്റം. ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന ഏതൊരു കുഞ്ഞും അറിഞ്ഞിരിക്കണം, നിന്റെ അകത്ത് വസിക്കുന്നത് He is the lily of the. LKG പഠിക്കുന്ന സമയത്ത് ID കാർഡ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുണ്ട്, യോ മമ്മി എന്നെ കാണിക്കല്ലേ മമ്മി, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് പിക്ചർ റിയലി. മമ്മിക്ക് അത് നോക്കിയിട്ട്, അയ്യോ എൻ്റെ കുഞ്ഞിനെ കണ്ടു, എന്നോ സുന്ദരിയായിരുന്നു. അന്നേരം ഉണ്ട് നമ്മളിങ്ങനെ മോഹം വിരിച്ചിട്ട്, ഇപ്പം എന്തോ എൻ്റെ സൗന്ദര്യം പോയോ? ഇന്ന് രാവിലെ എൻ്റെ ചോദ്യം ഇതാണ്. ഗത്സമന എന്ന തോട്ടത്തിൽ കൈകാലുകൾ പിടിച്ചു കെട്ടേണ്ടതിന് സമർപ്പിച്ചവൻ ഗബദ എന്ന കൽത്തളത്തിൽ മുൾക്കിരീടധാരിയായി 1 കുറുകൻ 39 അടികൾ ചാട്ടവാറുകൊണ്ടേറ്റിട്ട് ഉഴവുചാല് പോലെ പുറം കീറി ആ പൊട്ടി ഇളകി മാറിയ മാംസ കഷ്ണത്തിന് മീതെ ക്രൂശ് എടുത്തു വെച്ചപ്പോൾ അത് മുകളിലേക്ക് ഉയർത്താൻ കാണിച്ച ആ സ്നേഹമുള്ള നാഥനെ വീണുമെഴുന്നേറ്റും ഗബദ എന്ന കൽത്തളത്തിൽ നിന്ന് ഗോൽഗോഥ എന്ന കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുന്ന യേശുവിനെ നീ കാണണം. കുഞ്ഞെ, ക്യാമ്പിന് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനും ആളെ കണ്ടിട്ട് ഹായ് പറയാനും ഫോൺ നമ്പർ മേടിച്ചിട്ട് നാളെ മുതൽ വാട്സപ്പ് ചാറ്റ് ചെയ്യാനും അല്ല തമ്പുരാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ. ഒരാമയും പറഞ്ഞേ. ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഹായ് ഹായ് പറയാനല്ല. ഉഷിലെ മൊഴികളിൽ ഒന്നാണ്. ഒന്നാമത്തെ ദൗത്യത്തിലേക്ക് ഞാനൊന്ന് വേഗത്തിൽ പോവുകയാണ്. മോളെ, ഈ ക്യാമ്പിന് കടന്നു വന്നതിന് ഒത്തിരി നന്ദി. പരിശുദ്ധാത്മാവിന് നിന്റെ പേര് ഇന്ന് രാവിലെ
ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ ആഗ്രഹമുണ്ട്. കാര്യം, ഈ ക്യാമ്പിൻ്റെ തിരശ്ശീല വീഴുന്നതിന് മുൻപ്, ഈ ഇല വീഴുന്നതിന് മുൻപ്, ഈ ഓഡിറ്റോറിയത്തിന് മീതെ സ്വർഗം തുറന്നിരിക്കുന്ന ഭാര്യമാർ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. നമ്മളൊരു വലിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഓരോ സെക്ഷൻ ബേസ് ആയിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. നിങ്ങളൊരു വശത്തേക്കൊന്ന് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുഞ്ഞ്, മോനെ ഇനി കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആധാറിൽ പേരുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? നീ രക്ഷിക്കപ്പെട്ടതാണോ? യേശുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? വെറുതെ വന്നിട്ട് വെറുതെ പോകാനല്ല. പാസെങ്കിൽ എനിക്ക് വേണ്ടി ചങ്കിലെ അവസാനത്തെ തുള്ളിച്ചോരയും തന്ന യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ ഈ ക്യാമ്പിൽ കൊണ്ടുവന്നത് യേശുപ്പച്ചൻ്റെ സ്നേഹമാണെന്ന് ഞാൻ അറിയുന്നു. കല്ലറയുടെ കവാടത്തെ ഭേദിച്ചുകൊണ്ട് ചങ്ങല പൊട്ടിത്തെറിച്ച് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ തകർത്തിട്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച യേശുവിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണുകളെ ഒന്ന് അടച്ച മക്കളെ. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ടല്ലോ ജീവന്റെ പുസ്തകത്തിൽ. മക്കളെ ശ്രദ്ധിച്ചേ, സംസാരിക്കല്ലേ, സംസാരിക്കല്ലേ, സംസാരിക്കല്ലേ. രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ തങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്കിന്ന് രാവിലെ രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്. യാതൊരു മടിയും കൂടാതെ മോനെ ആ കൈ ധൈര്യത്തോടൊന്ന് ഉയർത്തിപ്പിടിച്ചേ. മക്കളെ ധൈര്യത്തോടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കരം ഉയർത്തിയ കുഞ്ഞുങ്ങൾ അതത് സ്ഥലങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. മക്കളെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നേ. ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കട്ടെ. വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ യേശുവിൻ്റെ നാമത്തിൽ. ഓ റംഷനലേനാലര ഹല്ലേലൂയ. മക്കളെ, ഒരു നിമിഷം കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാൻ തീരുമാനിച്ച കുഞ്ഞുങ്ങൾ ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. മടിയില്ലാതെ, ലജ്ജയില്ലാതെ ആ എഴുന്നേറ്റുന്ന കുഞ്ഞുങ്ങൾ വേഗത്തിൽ. മക്കളെ, ഒരു നിമിഷം നിങ്ങൾ വേഗത്തിലൊന്ന് മുന്നോട്ട് വരാൻ പറ്റുമോ? വേഗത്തിൽ മുന്നോട്ട് വന്നേ മക്കളെ. ആ കസേരയിൽ നിന്ന് വേഗത്തിൽ മുന്നോട്ട് വന്നേ. എവറി കിഡ്സ് പ്ലീസ് കം ടു ദ ഫ്രണ്ട് സൈഡ്. പെൺകുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന്. ലജ്ജയുള്ളവരെ ഒരാളെ യേശുപ്പച്ചന് വേണ്ട. കാരണം ക്രൂശിൽ നിനക്ക് വേണ്ടി ലജ്ജിതനായി തീർന്നത് കർത്താവാണ്. ഒന്നാമത്തെ ദൗത്യത്തിലേക്ക് നമ്മൾ പോകുക. സംഘാടകർ ഒരു നിമിഷം ദയവായി വന്നാട്ട്. കർത്തൃദാസന്മാർ ഒരു നിമിഷം. യേശു മക്കളെ മുൻനിരയിലേക്ക് വേഗത്തിൽ വന്ന് മക്കളെ. അടുത്ത മെസ്സേജിലേക്ക് എനിക്ക് പോകണം. 1-2 ദൗത്യങ്ങൾ എന്നെ ക്രമീകൃതമായി കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ട്. മോനെ കം. ആൺകുഞ്ഞുങ്ങൾ ഈ ഭാഗത്തേക്ക് നിൽക്കട്ടെ. വേഗത്തിൽ വന്നേ മക്കളെ. വേഗത്തിൽ. Come on, hurry up. Are you accepted Jesus Christ as your personal Savior and the Lord? Are you ready to accept Jesus Christ? Please come to the front and declare this word of God. When you accepted Jesus Christ, your body is turned to the temple of the Holy God. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയാണ്. ഈ ക്യാമ്പിൽ തുറക്കപ്പെട്ട സ്വർഗം ഇന്ന് രാവിലെ കീബോർഡ് പോലെ റൈറ്റ്. എല്ലാ കണ്ണുകളും അടച്ച്. കർത്താവിൻ്റെ ദാസിമാർ ചിലർ ഈ പെൺകുഞ്ഞുങ്ങളുടെ അരികിലേക്ക് വേഗത്തിലൊന്ന് വരുമോ? പ്ലീസ് കം. നിയോഗമുള്ളവർ വേഗത്തിൽ വന്നിട്ട് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. എനിക്ക് അടുത്ത മെസ്സേജിലേക്ക് പ്രവേശിക്കണം. 1-2 ശുശ്രൂഷകൾ ക്രമീകൃതമായി ചെയ്യാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. കം ആൻറ്റി ഇങ്ങേറ്റ് നിന്നാട്ടെ. ഓരോ അവൻ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നാട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ ദയവായി ഈ കുഞ്ഞുങ്ങളുടെ പിറകിലേക്ക് ഒന്ന് ചെന്ന് അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതിന്, അവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം പറയേണ്ടതിന് അവരുടെ അടുത്തേക്ക് ചെന്നാട്ടെ. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽകരം ചേർന്നിതാ തൂങ്ങുന്നു
രക്ഷിതാവിനെ ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി ചലിക്കുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ രക്ഷിതാവിനെ നിന്റെ പേർക്കല്ലയോ ഇവരുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് ആമേൻ എന്റെ കരം വെച്ചിട്ടല്ല, ആണിപ്പഴുതുള്ള യേശുവിന്റെ കരം ഇന്ന് രാവിലെ ഈ പ്രിയ കുഞ്ഞിനെ തൊടുന്നതിനാൽ, ഈ കുഞ്ഞുങ്ങളെ തൊടുന്നതിനാൽ നിന്റെ പാപമല്ല. ജീവിതത്തിൽ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ സ്വന്തം ചിന്തകൾക്കപ്പുറത്ത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിച്ചു പോകേണ്ട നിന്നെ ജീവനോടെ കൊടുത്ത ദൈവത്തിന്റെ കരത്തിന് കുഞ്ഞെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കേണ്ടതിന് തമ്പുരാൻ നിന്നെ ഒരു ഉപകരണമാക്കുമെന്ന ദൈവശബ്ദം ഇന്ന് രാവിലെ ഈ ക്യാമ്പിൽ നിന്നോട് വിളിച്ചു പറയുമ്പോ പരിശുദ്ധാത്മാവിന്റെ മഹത്വം നിനക്കായി ചലിക്കുന്നല്ലോ. വിട്ടുകൊടുത്ത മോനെ, വാ തുറന്ന് Holy Spirit, touch your way, touch your way, touch your way, touch your way, touch your way. Fill with your power. ദൈവത്തിന്റെ തികവുള്ള വഴിയിൽ നീ ആകേണ്ടതിന് കുഞ്ഞ് കർത്താവിന്റെ വലിയ പദ്ധതി. മോനെ, ഇന്ന് രാവിലെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതാണ്. ആയുസ്സിന്റെ അവസാനം വരെ യേശുവിന് വേണ്ടി നേരെ നിൽക്കാൻ നീ റെഡിയാണോ? ആർ യു റെഡി ഫോർ ദാറ്റ്? ആർ യു റെഡി ടു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്? പൂർണ്ണ ഹൃദയത്തോടെയാണോ തീരുമാനിക്കുന്നത്? ഒരുമിച്ച് ഒരാമേൻ പറഞ്ഞേ. ഇവിടെ നീ നിന്ദിക്കപ്പെടില്ല, നീ ചോദ്യമാകത്തില്ല, നീ കളിയാക്കലിന് വിധേയപ്പെടുത്തില്ല. കുശവന് കളിമണ്ണിന്റെ മേൽ അധികാരമുള്ളതുപോലെ നിന്റെ മേൽ അധികാരമുള്ള യേശുവിന്റെ കരം മോനെ ഇന്ന് രാവിലെ നിന്നെ പണിത് പുറത്തു കൊണ്ടുവരുന്നു. ഈ ക്യാമ്പ് നിന്നെ ഉടച്ചു പണിയാനുള്ള ദൈവത്തിന്റെ വഴിയായിരുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് തൊടുന്നല്ലോ മോനെ. കണ്ണടച്ചേടാ. യേശുവിന്റെ നാമത്തിൽ ആരാധന ശകലഘടകതല റാംധന പ്രബലഘടകതലകടകതനദിയ പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന് ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. മക്കളെ, രക്ഷിക്കപ്പെടാൻ തീരുമാനിച്ച സകല കുഞ്ഞുങ്ങളും സകല കുഞ്ഞുങ്ങളും സകല കുഞ്ഞുങ്ങളും സകല പെൺകുഞ്ഞുങ്ങളും സകല ആൺകുഞ്ഞുങ്ങളും ലിസൺ വെരി കെയർഫുൾ, ലിസൺ വെരി കെയർഫുൾ. പൂർണ്ണ ഹൃദയത്തോടെ വായ് തുറന്ന് ഏറ്റുപറയണം. He died for you. He bled and died for your sin. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ആ പാവന നിണം അവിടുന്ന് ചിന്തിയത്. കണ്ണടച്ച മക്കളെ, കണ്ണടച്ചേ 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 കണ്ണടച്ചേ. വാതുറന്നൊന്ന് പറഞ്ഞേ. കുഞ്ഞുങ്ങളെല്ലാം വാതുറന്നൊന്ന് ഏറ്റു പറഞ്ഞേ. യേശുവേ, വാതുറന്ന് പറഞ്ഞ മക്കളെ, വാതുറന്ന് പറഞ്ഞേ, ശബ്ദമുയർത്തി പറഞ്ഞേ. യേശുവേ, ഞാനൊരു പാപിയെന്ന് സമ്മതിക്കുന്നു. അങ്ങെനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചെന്ന് ദൈവം അങ്ങയെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുന്നു. എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ നാഥനായി എൻ്റെ കർത്താവായി അങ്ങയെ അംഗീകരിക്കുന്നു. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. എൻ്റെ ശരീരം ഇന്നു മുതൽ അവിടുത്തെ മന്ദിരമായിരിക്കും, അവിടുത്തെ ആലയമായിരിക്കും. യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് വന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ
ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും കരങ്ങളെ തട്ടി ശക്തിയോട് കർത്താവിനെ ആരാധിക്കട്ടെ. സകല ദൈവമക്കളും ആത്മാവിൽ അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം, അസാധാരണമായ ദൈവത്തിന്റെ തേജസ്, അസാധാരണമായ പരിശുദ്ധാത്മാവിന്റെ ചലനം. ഓ ശലരേ in the name of Jesus. Glory be to God. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുന്നു. പാസ്റ്റർ, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല. കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് കരുണാമയൻ കടന്നു വരുമ്പോൾ സ്നാപക യോഹന്നാന് മനസ്സിലായി വരുന്നതാരാണെന്ന്. സ്നാപക യോഹന്നാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് സ്നാനപ്പെടണം. സ്നാപക യോഹന്നാനോട് ഉലകത്തെ ചമച്ച ആഴിയെയും ഊഴിയെയും നിർമ്മിച്ച ഊഴിയിലെ പൂഴിയെ നാഴിയിൽ കൊള്ളിക്കാൻ പരമാധികാരമുള്ളവൻ സ്നാപക യോഹന്നാന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ ദൈവത്തിൻ്റെ സകല നീതിയും നിവർത്തിക്കണം. മക്കളെ, ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ അലക്ഷ്യമായ ഒരൊറ്റ കുഞ്ഞി ഓഡിറ്റോറിയത്തിൽ ഇരിക്കരുത്. നിർബന്ധം നിർബന്ധം. പാസ്റ്ററുകൾ, എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന അപ്പോസ്തലികമായ ഉപദേശത്തോട് യേശുവിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ തീരുമാനമെടുക്കുന്ന കുഞ്ഞുങ്ങൾ കണ്ണുകളെ അടച്ചാട്ടെ. ഒറ്റ കുഞ്ഞിടത്തും വലത്തും നോക്കരുത്. കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുകയാണ്. ഇന്ന് രാവിലെ ഉയരേണ്ടത് യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസിമാരെ, നിങ്ങളൊന്ന് പ്രാർത്ഥനയോടുകൂടെ നിൽക്കണം. എനിക്കറിയാം, വി ആർ സ്റ്റാൻഡിങ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. മനസ്സിനോട് ചില കുഞ്ഞുങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ മനസ്സിനോട് വല്ലാതെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുണ്ട്, സംഘർഷങ്ങളിടുന്ന വെല്ലുവിളികളുണ്ട്. ഈ യോഗത്തിൽ യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ സകല അടവുകളും അവന്റെ സകല ആയുധങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാ. This is the church of God. ഇത് ദൈവത്തിന്റെ സഭയാണ്. നീയാരേ ശബലബരബബ. Hallelujah. Amen. Amen. എനിക്ക് സ്നാനപ്പെടണം. കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കണം. എല്ലാ കണ്ണുകളും അടയ്ക്കുമ്പോൾ ഇന്ന് രാവിലെ സ്നാനപ്പെടാൻ ഈ ക്യാമ്പിൽ വന്ന് കർത്താവിൻ്റെ വചനം കേട്ടു, ക്രമീകൃതമായ തിരുവചനത്തിൻ്റെ പഠനം നിങ്ങൾ അനുഭവിച്ചു, കർത്താവിനെ പാടി സ്തുതിക്കാൻ ദൈവം കൃപ തന്നു. വളരെ നന്നായി ഇതിൻ്റെ ഭാരവാഹികൾ നിങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്കായി ദൈവം ക്രമീകരിക്കുന്ന ഈ കൽപ്പനയുടെ ദൂത് ഒന്നനുസരിക്കാൻ എനിക്കാഗ്രഹമുണ്ട്. പാസ്റ്ററുകൾ, എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. സ്നാനപ്പെടാൻ തീരുമാനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഈ കൂട്ടത്തിൽ മക്കളെ, സ്നാനപ്പെടാൻ തീരുമാനിക്കുന്ന കുഞ്ഞുങ്ങളോട് എഴുന്നേറ്റാട്ടെ. കമോൺ സ്റ്റാൻഡ് അപ്പ്. അവൻ വേഗത്തിൽ സ്നാനപ്പെടാൻ. ഏറ്റവും പിറകിൽ ചെക്ക് ഉൾപ്പെടെ മോനെ വേഗത്തിൽ മുന്നോട്ട് വന്നേ. സ്നാനപ്പെടാൻ തീരുമാനിച്ച കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുന്നോട്ട് വന്ന. സമയം ഒട്ടുമില്ല. അടുത്ത മെസ്സേജിൽ എനിക്ക് പോയേ മതിയാകത്തുള്ളൂ. വേഗത്തിൽ കം ടു ദ ഫ്രണ്ട്. ഓ ശരധന, പരിശുദ്ധാത്മാവിന്റെ വലിയ നിയന്ത്രണം ഈ ഹോളിൽ നിറയുകയാ. കമോൺ മക്കളെ, ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് നിന്നേ. മക്കളെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിന്നേ. ഒരു സ്റ്റെപ്പ്. ആ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിന്നേ. അടുത്ത ഗ്രൂപ്പ്, അടുത്ത ലെയറായി വേഗത്തിൽ നിൽക്കട്ടെ. വേഗത്തിൽ കമോൺ. മുളക്കുഴയുടെ ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചലനം, നിങ്ങളുടെ കണ്ണുനീരിന്റെ മറുപടി, നിങ്ങളുടെ ഉപവാസത്തിന്റെ മറുപടി. മടിച്ചു മറച്ചും നിൽക്കണ്ട മക്കളെ. കം വേഗത്തിൽ. ശരാധന. എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. രാധന ശകരഘടകന. അക്കരങ്ങൾ ഉയർന്നിരിക്കട്ടെ.
ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഏറ്റവും പിറകിൽ മോനെ, യേശപ്പച്ചന് തന്നെ ആവശ്യമുണ്ട്. മൂർച്ചയുള്ള വാള് പോലെ കർത്താവ് തന്നെ ഉപയോഗിക്കും. നിന്റെ പരിമിതികളുടെ കർത്താവ് മാറ്റും. ഒരാമേൻ പറഞ്ഞേ, ആമേൻ. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞേ. ഒരു നിമിഷം, ഒരു നിമിഷം, ഒരു നിമിഷം എല്ലാവരും ഒന്ന് സംഭവിച്ചു. അങ്ങേക്കാൾ വേറെയൊന്നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ചേർന്ന് പാടിയേ. അങ്ങേക്കാൾ വേറെ ഒന്നീനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ക്ഷീണിതൻ ആകുമ്പോൾ തോളതിൽ വഹിച്ച് ലാളിച്ച് നടത്തും അപ്പനേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദാസന്മാർ തങ്ങളുടെ കരങ്ങളെ ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവിന്റെ ദാസിമാർ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് പിടിച്ചാട്ടെ. ആര് പറഞ്ഞു സഭ വളരത്തില്ലെന്ന്? ആര് പറഞ്ഞു അടുത്തൊരു സൈന്യം എഴുന്നേക്കത്തില്ലെന്ന്? ആര് പറഞ്ഞു ശത്രു ഇതിനെ തല്ലി തകർക്കുമെന്ന്? ഇന്ന് രാവിലെ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന ജീവന്റെ വചനം. മകളെ കരങ്ങളെ തട്ടി, each and every kids clap your hands and worship the Lord. ഉദാരാജലാരെ ശംധലരബലബലബല ബബ അക്കിയേലരശരദിനിയേ. Yes, right now, power of the Holy Spirit, fill with your power. Fill. Speak in other tongues. അഭിഷേകത്തിന്റെ ജ്വലനം, ആത്മശക്തിയുടെ ആഴം. വാതുറന്ന് ആരാധിക്ക. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം. Open your mouth and worship the Lord. Hallelujah. ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ. ഈ കുഞ്ഞുങ്ങൾക്ക് നേരെ കരമുയർത്തി ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഇവരുടെ തീരുമാനത്തെ മുദ്രയിടുന്നു. ഒരുമിച്ചൊന്ന് ആമേൻ പറഞ്ഞാട്ടെ. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ക്രമീകൃതമായി തയ്യാറാക്കിയ പ്രഭാഷണത്തിന്റെ 4 താളുകൾ ഇന്നലെ 3:45 വരെയുള്ള സമയം ഞാൻ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വാക്ക്, യേശുവേ ഞങ്ങളുടെ ആരുടെയും പേരിവിടെ ഉയരണ്ട, ഒരാളെങ്കിലും യേശുവിനെ അറിയണം. അവിടുത്തെ മഹത്വത്തിന്റെ പുതപ്പ് ഈ ജനത്തിന്റെ മേലൊന്ന് വീഴണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സജ്ജരായി മാറണം സുവിശേഷത്തിന്റെ തീരുമാനത്തിന്. Listen very careful. Listen very careful. നോക്ക്, ഗത്സമനി എന്ന സ്ഥലത്ത് മുഴങ്കാൽ മടക്കുന്ന യേശുവിനെ ഒന്ന് കണ്ടേ. വിയർപ്പ് കണങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്നത് രക്തമാണ്. സംഘർഷങ്ങളുടെ ഏറ്റവും ഉച്ചകോടിയാണ് ആമേൻ ഗത്സമനി എന്ന തോട്ടം. പിശാച് ഏറ്റവും കൂടുതൽ പടപൊരുതിയ സ്ഥലം. പക്ഷേ പ്രാണവേദനയിലും ഒരു വാക്ക് പ്രാർത്ഥിച്ചു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമെന്നിൽ നടക്കട്ടെ.
മോനെ, കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. വെറുതെ വന്ന് തിന്നും കുടിച്ചും ജീവിച്ചും വീണ്ടും എഴുന്നേറ്റും തിന്നും കുടിച്ചും ഏതെങ്കിലും രാജ്യത്ത് കാനഡയിലോ സ്കോട്ട്ലൻഡിലോ അയർലൻഡിലോ അമേരിക്കയിലോ UK-യിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലൊക്കെ ചേക്കേറി അവിടെ ഒരു വീടും വെച്ച് ചതുർചക്ര വാഹനവും മേടിച്ച് AC റൂമിനകത്ത് ജീവിച്ച് കുടുംബമായി കുഞ്ഞുങ്ങളായി അങ്ങനെ പ്രായം ചെന്ന് അങ്ങ് നിത്യവിശ്രാമത്തിനായി പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിനല്ല നിനക്ക് ഈ ആയുസ് തന്നത്. നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടവനാണ്. നീ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടവനാണ്. ഹല്ലേലൂയ. ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ ദൈവം ഉപയോഗിച്ച ശക്തനായ ഒരു മനുഷ്യനുണ്ട്. പേര് ഡേവിഡ് ലിവിങ്സ്റ്റൺ. മക്കളെ, നിങ്ങൾക്ക് അത് സ്ഥലത്തേക്ക് പോയിരിക്കാം. എനിക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ഗ്രൂപ്പിനെ വിളിക്കണം. വേഗത്തിലൊന്ന് പോയിരിക്കാം. യാതൊരു വിധത്തിലുമുള്ള തടാകത്തിൻ്റെ കരയിലേക്ക് എൻ്റെ യേശു വന്നു. മത്സ്യത്തെ പിടിച്ചുകൊണ്ടിരുന്ന കുറച്ചു പേരെ മനുഷ്യരെ പിടിക്കേണ്ടതിന് എൻ്റെ തമ്പുരാനൊന്ന് വേർതിരിച്ചു. ഒരാമയം പറയാമോ? മത്സ്യത്തെ പിടിച്ചുകൊണ്ടിരുന്ന കുറച്ചു പേരെ മനുഷ്യരെ പിടിക്കേണ്ടതിന് തമ്പുരാൻ തെരഞ്ഞെടുക്കുകയാ. ആമേൻ. അപ്രാപ്തർ, അയോഗ്യർ, കഴിവില്ലാത്തവർ, അറിവില്ലാത്തവർ, പഠിപ്പില്ലാത്തവർ, പക്ഷെ കർത്താവ് തെരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞ വേദപുസ്തകത്തിൻ്റെ വ്യക്തമായ ചിന്ത ഇങ്ങനെയാണ്. അവർക്ക് പഠിപ്പില്ലെന്ന് പറഞ്ഞിട്ടും അവരെക്കുറിച്ച് പിന്നെ പറഞ്ഞത് ഇവർ പഠിപ്പില്ലാത്തവരാണ്, പരിജ്ഞാനമില്ലാത്തവരാണ്. ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. മിഷന്റെ അടിസ്ഥാനപരമായ വെളിപ്പാട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധമായിരിക്കണം. ലജ്ജയില്ലാതെ ഒരാളെ സുവിശേഷകനാക്കി മിഷന് വേണ്ടി, ദൗത്യ നിർവഹണത്തിന് വേണ്ടി തമ്പുരാൻ പാകപ്പെടുത്തുന്നത് മോനെ കാറ് കാണിച്ചും വീട് കാണിച്ചും വസ്തു കാണിച്ചും അല്ല. ആ പരിപാടി ഞങ്ങൾക്കില്ല. ഒരാമൻ പറഞ്ഞേ. ഇത് നിന്ന സഹിക്കാനാണ്. ഒരു സ്ഥലത്ത് കുറേ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചു. ഞാൻ പറഞ്ഞു, നിന്ന സഹിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ മുന്നോട്ട് വന്നാട്ടെ. ആര് വരും? അടികൊള്ളാൻ, ജീവൻ കൊടുക്കാൻ, രക്തസാക്ഷിയാകാൻ, ഇങ്ങനെ ഭീകരമായ കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ഞാൻ വിചാരിച്ചു കുറച്ച് പിള്ളേരെങ്കിലും പുറകോട്ട് പോകുമെന്ന്. കാരണം അറിയാമോ, ഗ്രഹാം സ്റ്റീനെയും ഫിലിപ്പിനെയും തിമോത്തിയെയും എത്ര പേര് ഓർക്കുന്നുണ്ട്? ആ ഗ്ലാഡിസിനും എസ്തറിനും വേണ്ടി ഒന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? അവർ താമസിച്ച രാജ്യത്ത് കൃപയാൽ പോകാൻ കർത്താവ് അവസരം തന്നിട്ടുണ്ട്. പച്ച പുൽമേടുകളാണ്. ഇതേപോലെ സുഖമുള്ള സുന്ദരമായൊരു രാജ്യം ഓസ്ട്രേലിയ. അവിടം വിട്ടിട്ട് ഇവിടേക്ക് വന്നില്ലേ? ദൈവത്തിൻ്റെ വിളി. വില്യം കേറി എന്ന മനുഷ്യനെ അറിയില്ലേ? ചെരുപ്പ് കുത്തിയായി ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ആളുകളെ അവിടുത്തെ പ്രിൻസസിനെ അല്ലെങ്കിൽ രാജ്ഞിമാരെ, രാജാക്കന്മാരെ ഒക്കെ വാഴിക്കുന്ന ആ കൊട്ടാരമുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പുൾപിറ്റില്ലേ, അതിന് താഴെ വില്യം കേറിയുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഹൃദയം ആഫ്രിക്കയിലും ശരീരം ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിൻ്റെ അകത്തും അടക്കിയ ഒരു മിഷണറി വര്യനുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. തമ്പുരാന് വേണ്ടി തീവ്രതയോടെ നിന്ന ദൈവദാസന്മാർ, ഇവിടെ ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരുടെ ചരിത്രം നോക്കണം. ടാറിട്ട വഴിയൊന്നും ആയിരുന്നില്ല. കുണ്ടും കുഴിയുമുള്ള വഴിയിലൂടെ കാളവണ്ടിയിലോ കുതിരവണ്ടിയിലൊക്കെ സഞ്ചരിച്ച അവരുടെ ചരിത്രത്തിന് ഉറങ്ങാനൊരിടം പോലും ഉണ്ടായിരുന്നില്ല. മണ്ണുകൊണ്ട് മെഴുകിയെടുത്ത ചാണകം തേച്ച തറയിൽ അവർ തല ചായ്ച്ചുറങ്ങി. ഇടയ്ക്കൊരാൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഫ്ലൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സുവിശേഷ വേലയ്ക്ക്, ഒരു കപ്പലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് കേട്ട പ്രായമുള്ള ഒരു അപ്പച്ചൻ ചോദിച്ചു, നീ ഈ കപ്പലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് ഈ കൊച്ചി കൊണ്ടിട്ടിട്ട് നീ പിന്നെ എങ്ങനെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന്? ഈ ഫ്ലൈറ്റ് എവിടെ കൊണ്ടിടും മോനെ? ഇപ്പൊ കുഞ്ഞുങ്ങൾ പഴയ പിതാക്കന്മാരുടെ സഹിച്ച ത്യാഗം ഒന്നും സഹിക്കണ്ട. പെട്ടെന്നവർ വലിയവരാകാൻ, പ്രസിദ്ധരാകാൻ വെപ്രാളപ്പെടുന്ന ഒരു സംഘത്തെ നമുക്ക് കാണാൻ കഴിയും. വേണ്ട, ഇത് ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കുന്ന ഒരു മാർഗമാണ്. തടിച്ച നാവുള്ളൊരു മനുഷ്യൻ, വിക്കനായിരുന്ന ഒരാൾ മാക്സിമം ഒഴിയാൻ ശ്രമിച്ചു. തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, സോറി, സംസാരത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പറഞ്ഞു, ഇനി ചെല്ലുന്ന സ്ഥലത്ത്
ഞാൻ ദൈവമാകുന്നു, അങ്ങ് ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു പറഞ്ഞ് ജനം എന്ത് ചെയ്യും? പറഞ്ഞു, നീ പറഞ്ഞാൽ മതി, ഞാനാകുന്നവൻ ഞാനാകുന്നു, എൻ്റെ ഭുജം നിൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദൈവത്തെയാണ്. കാരണം മാക്സിമം ഒഴിയാൻ ശ്രമിച്ച മോശയെ മാക്സിമം ദൈവം ഉപയോഗിച്ചതിന് ആമേൻ പറയാൻ. ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില വില്ലന്മാരിരിപ്പുണ്ട്. കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ടും അടിയൻ ഇതാ അനിയനെ അയക്കണേ എന്ന പ്രാർത്ഥന വല്ലതും ആണെങ്കിൽ ഇന്ന് തമ്പുരാൻ തൊട്ടിട്ടേ വിടത്തുള്ളൂ. ഒരാമേൻ പറഞ്ഞാട്ടെ. മോളെ, നീ ഒഴിഞ്ഞു മാറേണ്ടവളല്ല. മിരിയാവിനെ പോലെ ദൈവത്തിൻ്റെ നാവാകേണ്ടതിന്, ദബോരയെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടതിന്, എസ്തേറിനെ പോലെ പ്രതികൂലം വന്നപ്പോൾ രാജകോ സന്നദ്ധിയിലേക്ക് ധൈര്യത്തോടെ കയറിച്ചെല്ലാൻ. കൊരിന്തിലെ റെഡ് സ്ട്രീറ്റ് അതാണ് ആമേ കെങ്ക്രയ. അവിടെ ഒരു സഹോദരിയെ ദൈവം ഉപയോഗിച്ചു. പേര് ഫേബ. ഒരുമിച്ച് രാമൻ പറഞ്ഞേ, ഫേബ. റോമാലേഖനം കൊരിന്തിൽ നിന്ന് ചുമന്ന് ആമൻ നേരെ അങ്ങ് ആമൻ റോമിൽ കൊണ്ടെത്തിച്ച മഹിളാരത്നം. അതുകൊണ്ട് 16-ാം അധ്യായത്തിൽ പറഞ്ഞു, ഫേബയെ നിങ്ങൾ സ്നേഹത്തോടെ കൈക്കൊള്ളണം. ഫേബ എന്ന് പേരുള്ള ആളുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. മോളെ, ഫേബ് ഉപയോഗിക്കപ്പെട്ടതുപോലെ ഈ ഫേബ് ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിൽ ആ പേര് കൊണ്ട് അർത്ഥമില്ല. ഒരാമേനൊക്കെ പറ. ഇച്ചിരി കട്ടിയുള്ള ദൂതാന്ന് എനിക്കറിയാം, പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ പൗലോസ് ഉപയോഗിക്കപ്പെട്ടതുപോലെ, പത്രോസ് ഉപയോഗിക്കപ്പെട്ടതുപോലെ കർത്താവേ എന്നെ ഒന്നുപയോഗിക്കണമേ. പ്രാർത്ഥിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. യേശുപ്പ, അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ. മോനെ, നീ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകുക, പക്ഷെ ദൈവത്തിൻ്റെ നാവാകാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയാൻ ഇന്ന് രാവിലെ ഹാഫ് ടൈം പരിപാടിക്കുള്ള വിളിയില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നിന്നെ വിളിച്ചെന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ആമേൻ, സുവിശേഷത്തിൻ്റെ ആവശ്യകതയിലേക്ക് നമ്മൾ വേഗത്തിൽ വരുമ്പോൾ മിഷണറി ദൗത്യത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ വെളിപ്പാട് യേശുവിൻ്റെ ക്രൂശാണ്. അവിടുത്തെ മൊഴികളിൽ ഒന്നിതാണ്, അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് ഫിനിഷ്, സകലവും നിവർത്തിയായിരിക്കുന്നു. അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം ഇതാ ഞാൻ ക്രൂശിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. ആ കർത്താവാണ് ഇന്ന് രാവിലെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നത്. പരിമിതി ഉണ്ടായിരിക്കാം, അറിവിനും കഴിവിനും അവൻ മനസ്സിലാക്കുന്നതിനുമൊക്കെ പോരായ്മകൾ ഉണ്ടായിരിക്കാം. എന്നാൽ വേദപുസ്തകത്തിന്റെ ചരിത്രം നോക്കണം മക്കളെ. ഈ കാർട്ടൂൺകാരാ ദാവീദിന്റെ കൈക്ക് 6 പാക്ക് ഒക്കെ കൊടുക്കുന്നേ. ഷിംഷോനെ 6 പാക്ക് 8 പാക്ക് മസിലുള്ള ആളാക്കി മാറ്റിയത് കാർട്ടൂൺകാരാണ്. വേദപുസ്തകത്തിൽ ഉപയോഗിച്ച സകല മനുഷ്യരും സാധാരണക്കാരാ. പിന്നെ അവർ അസാധാരണമായി ഉപയോഗിക്കപ്പെട്ടെങ്കിൽ അവരുടെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ അഭിഷേകം. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ അടുത്ത സെക്ഷനിലേക്ക് വേഗത്തിലൊന്ന് പ്രവേശിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഈ മിഷന്റെ ഫലം എന്തെന്നറിയാമോ? നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മോളെ, വെറും കൈയായിട്ട് യേശുവിൻ്റെ അടുത്ത് പോയി നിൽക്കരുത്. കൂട്ടുകാരിയുടെ വീടിൻ്റെ ഡെഡിക്കേഷനാണ്. നിങ്ങൾ വെറും കൈയായിട്ട് പോവോ മോളെ? പോകത്തില്ല. മോനെ, വെറും കൈയായിട്ട് പോവോ? ഇച്ചിരി ഭാരമുള്ളൊരു ഗിഫ്റ്റായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ അക്സ വരുന്നുണ്ട്, അവിടെ കയ്യിൽ ഭാരമുള്ളൊരു ഗിഫ്റ്റുണ്ട്. പിന്നെ അക്സമോളെ എന്ന് വിളിക്കും. ആ ഭാരമുള്ള ഗിഫ്റ്റ് അന്നേരം നിങ്ങൾ പറയാണ്, പ്ലേറ്റ് സെറ്റാണ് ആൻറ്റി, തറയിടല്ലേ. ഓ, അവർ പിടിച്ചോണ്ട് പോകുന്ന കാണണം. എന്നിട്ട് ഈ ഫുഡിൻ്റെ അടുത്തൊക്കെ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് പറയും, ഇത് ഇവിടുത്തെ കെസിയമ്മോടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, മോളെ കഴിക്ക്, ഇച്ചിരിയുടെ ചിക്കൻ ഇടട്ടെ. ഇത്രയും പറയാൻ കാരണമില്ല, ഗിഫ്റ്റ് ഇല്ലാതെ കയറി ചെന്നേ, മോളെ അവിടെ ആ ഫുഡ്, മോൾ അങ്ങോട്ട് പൊക്കോളാൻ പറയും. എൻ്റെ ചോദ്യം ഇനി വരാൻ പോവാണ്. ഒരു ദിവസം യേശുപ്പച്ചൻ്റെ അടുത്ത് നിൽക്കണ്ടേ? 39,000 ദിവസമുള്ള ഈ ആയുസിൽ കരഞ്ഞുകൊണ്ട് തുടങ്ങി കരയിപ്പിച്ചുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കും. മോനെ, ഈ ലേബർ റൂമിനകത്ത് കുഞ്ഞു തുണിക്കഷ്ണത്തിനകത്ത് പൊതിഞ്ഞിങ്ങോട്ട് മേടിച്ചിട്ട് വലിയൊരു തുണിക്കഷ്ണത്തിനകത്ത് പൊതിഞ്ഞു വിടും. ഒരാളെടുത്ത ആളെ 4-5 പേരിങ്ങനെ ചുമന്നുകൊണ്ട് പോകും. അത്രയുള്ള ആയുസ്. IELTS, OET, നീറ്റും. എനിക്ക് തോന്നുന്നു ഇരയിമ്മൻ തമ്പി എഴുതി ഓമനത്തിങ്കൽ കിടാവോ എന്ന പാട്ടിനകത്ത് ഇപ്പോൾ IIT, OET അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി പുതിയ താരാട്ടുപാട് പാടേണ്ടി വരുമെന്നൊരു ചിന്ത. കാരണം പിള്ളേർ ജനിക്കുമ്പോഴേ പറയും, ഡോക്ടർ ആയിക്കോണം, എഞ്ചിനീയർ ആയിക്കോണം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഫിസിക്സിന് എക്സാം എഴുതിയ ഒരു കൊച്ചു പറഞ്ഞു, എനിക്ക് പപ്പയുടെ മുഖം മുന്നിൽ വന്നെന്ന്. പേടിയാണ് പിള്ളേർക്ക്. സയൻസ് നന്നായിട്ട് പഠിച്ചോളാം, മാത്സ് നന്നായിട്ട് പഠിച്ചോളാം, ഹിന്ദി നന്നായിട്ട് പഠിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് വേണം കാനഡയിൽ പോകാൻ. അപ്പോൾ കൊച്ചു ഈ സ്വപ്നം കാണുന്ന മുഴുവൻ കാനഡയാണ്. അവളിതുവരെ കർത്താവിനെ സ്വപ്നം കണ്ടിട്ടില്ല.
ഈ യോഗത്തിൽ നിനക്ക് വേണ്ടി ക്രൂശിൽ തകർന്നൊരു കർത്താവുണ്ട്. കർത്താവിന് ഇഷ്ടം ചെയ്യാൻ ഇന്ന് രാവിലെ സമർപ്പിക്കപ്പെടാൻ നമുക്ക് ഒന്ന് ഏൽപ്പിക്കപ്പെടാം. സൈക്കിളിൽ സഞ്ചരിച്ച കർത്തൃദാസന്മാരുടെ ചില ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടാവാം. പഴയ ഹെർക്കുലീസിൻ്റെ സൈക്കിള്, അന്ന് ഹെർക്കുലീസിൻ്റെ സൈക്കിളുള്ളവരുടെ ബുള്ളറ്റിൻ്റെ ഗമയാണ്. നടന്നു വരുന്ന കർത്തൃദാസന്മാരുണ്ട്, കുന്നും മലകളൊക്കെ താണ്ടി. അങ്ങനെ താണ്ടിപ്പോയ ഒരു ദൈവദാസൻ തളർന്ന സമയത്ത് തൻ്റെ ഉള്ളിലേക്ക് വന്ന പാട്ടാണ് എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. ഒരുമിച്ച് രാമേ പറഞ്ഞ്. അവർ പരിഹാസത്തിൻ്റെയും വാളിൻ്റെയും വടിയുടെയും മുൻപിൽ അടിപതറാതെ ധീരതയോടെ യേശുവിന് വേണ്ടി നിന്നു. ചിലർ ധീര രക്തസാക്ഷികളായി. ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും പല രാജ്യങ്ങളിൽ ചുട്ടുകരിച്ചു കൊല്ലുന്നു, വാളും വടിയുമെടുത്ത് തകർക്കുന്നു. അവൻ ചിലരുടെ ശിരസ് ഛേദിക്കുന്നു, ചിലരുടെ കുഞ്ഞുങ്ങളെ അറുത്തുകൊല്ലുന്നു. പക്ഷെ എന്നിട്ടും ഈ സുവിശേഷത്തിന്റെ ശക്തി 5 വൻകരകളെയും പിടിച്ചടക്കുകയാ. ഈ യോഗത്തിന് തിരശീല വീഴുന്നതിന് മുൻപ് എനിക്കറിയാം, ഈ മുളക്കുഴയിൽ വൈപ്പിയുടെ ക്യാമ്പിനകത്ത് നിന്ന് ഒരു സൈന്യം ഇന്ന് രാവിലെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാ. ഹല്ലേലൂയ. 195 രാജ്യങ്ങൾ, 814 കോടിയിലധികം ജനം. ഞാൻ ഈ രാവിലെ അതിൻ്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ 824 കോടിയിലധികം ജനം, 7159 ഭാഷകൾ. ഇത്രയുമാണ് ലോകരാജ്യങ്ങളുടെ ഒരു ചെറിയ കണക്ക്. ജനസംഖ്യ നോക്കുമ്പോൾ പടപടപടപടാന്ന് ആ ജനസംഖ്യ വർദ്ധിക്കുകയാണ്. എന്നാൽ ഈ ജനസംഖ്യയുടെ നടുവിലും യേശുവിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം ഒന്ന് പറയാൻ എന്നെ ഉപയോഗിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്. വെറും കൈയായി എനിക്ക് യേശുവിൻ്റെ അടുത്ത് നിൽക്കണ്ട. തളർന്നിരിക്കുന്ന തകർന്നു പോകുന്ന തലമുറകളുടെ നടുവിൽ യേശു മാത്രം ഏക രക്ഷകൻ, യേശു മാത്രം ലോകത്തിന്റെ രക്ഷകൻ. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരുമിച്ച് രാമേ പറയാമോ? ഒരുമിച്ച് രാമേ പറയാമോ? ഹല്ലേലൂയ. പാപക്കയത്തിൽ മുങ്ങിത്താണ് നമ്മളെ കർത്താവ് രക്ഷിച്ചില്ലേ? തളരാൻ തുടങ്ങും നമ്മളെക്കാൾ വേദന അനുഭവിക്കുന്ന ഒരാളെ ആ പാപക്കയത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ നമുക്കിന്ന് രാവിലെ സമർപ്പിക്കപ്പെടാം. സ്വാർത്ഥതകളൊന്ന് വെടിയാം, ലജ്ജകളോട് വിട പറയാം. കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് പറയാം, 6000 ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ സ്വതന്ത്രനായപ്പോൾ 10 പട്ടണങ്ങളിൽ ചെന്ന് യേശു ദൈവമാണെന്ന് താൻ പറഞ്ഞു. ശമരിയക്കാരി സ്ത്രീക്ക് മനസ്സിലായി ഇത് മശികയാണെന്ന്. വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം കൂടെ മറന്നിട്ട് അവൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മശികയെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങളും വന്ന് കാണാൻ. ആ ദൗത്യത്തിന് മുൻപാകെ അവൾ സമർപ്പിച്ചു. കൊർന്നല്യോസിന് ദർശനം കിട്ടിയപ്പോൾ തൻ്റെ വീട്ടുകാരെ മാത്രം പേഴ്സണൽ പ്രയറിന് വിളിച്ചില്ല, ചാർച്ചക്കാരെടുത്ത് പറഞ്ഞു, ബന്ധുമിത്രാദികൾ എടുത്ത് പറഞ്ഞു, വരണം, ദൈവത്തിന്റെ ശബ്ദമായിട്ട് ഒരാൾ വരുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതായി ഒരാൾ വരുന്നുണ്ട്. മക്കളെ, കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമുക്കൊന്ന് സമർപ്പിക്കാം. തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ആത്മഹത്യയും മയക്കുമരുന്നുകളും സാത്താന്യ ആരാധനകളും അന്ധതയും അജ്ഞതയും നിറഞ്ഞ തലങ്ങളിലേക്ക് ചെറുപ്പക്കാരെ തള്ളിയിടുമ്പോൾ യേശുവേ അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ മോനെ കീബോർഡ് ഒരു നിമിഷം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടച്ചാട്ടെ. വെറും കൈയായിട്ട് എനിക്ക് യേശുവിൻ്റെ അടുത്ത് പോയി നിൽക്കണ്ട. ഒരാളെ എങ്കിലും എനിക്ക് യേശുവിന് വേണ്ടി നേടണം. അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കുഞ്ഞെ, ഇത് ചെറിയ കാര്യമല്ല മോനെ. ഏറ്റവും പിറകിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വിളിയുടെ പുതപ്പ് നിന്റെ മേൽ വീഴുന്നു. മോശയോട് സംസാരിച്ച കർത്താവ് ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുന്നു. പത്രോസിനെ തെരഞ്ഞെടുത്ത, മത്സ്യത്തെ പിടിക്കുന്നവനെ മനുഷ്യരെ നേടുന്ന ഈ മഹാനിയോഗത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ നടച്ചേ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാ.
ഞാൻ. വേറും കൈയായി ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ? ഒറ്റ നാളിൽ സേവ പോലും ഇല്ലാതെ ഞാനെങ്ങനെ? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഈ മഹാനിയോഗത്തെ ഒന്ന് ഏറ്റെടുക്കാൻ, ഈ രക്ഷയുടെ സന്ദേശത്തെ വിളിച്ചു പറയാൻ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളാൻ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ പുതപ്പ് എൻ്റെ മേൽ വീഴുന്നുണ്ട്. കർത്താവ് എന്നെ കണ്ടിരിക്കുന്നു, എന്നെ തെരഞ്ഞെടുക്കുന്നു. ആ ബോധ്യമുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. യാതൊരു മടിയും വേണ്ട. കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ആ ദൈവശബ്ദത്തോട് പ്രതികരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇടത്തും വലത്തും നോക്കി മറ്റൊരാളെ നോക്കിയിട്ടല്ല, ഇന്ന് രാവിലെ യേശുവിൻ്റെ ശബ്ദത്തിന് മുൻപാകെ സമർപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രം അതത് സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എനിക്ക് ആത്മനിയോഗമുണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ ഞാൻ വിരാമം കുറിക്കേണ്ടത് അനിവാര്യമാണ്. മക്കളെ, ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കണം. കർത്തൃദാസന്മാർ, ആമേൻ, ഒരു നിമിഷം മുന്നോട്ട് വന്നാട്ടെ. മക്കളെ, ഈച്ച് ആൻഡ് എവരി കിഡ്സ് പ്ലീസ് കം ടു ദ ഫ്രണ്ട്. വേഗത്തിൽ വന്നേ മക്കളെ, വേഗത്തിൽ വന്നേ, വേഗത്തിൽ വന്നേ. പാട്ട് പാടുന്ന നല്ല പൊറുപ്പൊരുതു ഞാൻ, നല്ല പൊറുപ്പൊരുതു ഞാൻ എൻ ക്രിസ്ത്യൻ നാമത്തിൽ. എല്ലാ കണ്ണുകളും അടച്ചു. മക്കളെ, വേഗത്തിൽ 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 കർത്തൃദാസന്മാർ ദയവായി വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. വേഗത്തിൽ കുഞ്ഞുങ്ങളെ മുന്നോട്ട് വന്നേ. കമോൺ, നിരനിരയായി നിൽക്കട്ടെ. നല്ല പൊരുതു എൻ ക്രിസ്ത്യൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ ഇവരോട് ചേർന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാമോ? Let us all stand up in the mighty presence of Almighty God. നല്ല പൊരുതു ഞാൻ ക്രിസ്ത്യൻ നാമത്തിൽ പരിശുദ്ധാത്മാവേ രാവിലെ നിന്നെ തൊടുന്നു. ദൈവത്തിന്റെ നാവാക്കി കർത്താവ് നിന്നെ നിർത്തും. ദൈവത്തിന്റെ ശബ്ദമാക്കി കർത്താവ് നിന്നെ നിർത്തും. കർത്താവിന്റെ ദാസിമാർ വേഗത്തിൽ മുന്നോട്ടൊന്ന് വരാമോ? പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിന്റെ ദാസിമാരുടെ വേഗത്തിൽ. കമോൺ, ഒട്ടും സമയം വേസ്റ്റ് ആക്കരുത്. വേഗത്തിൽ കർത്താവിന്റെ ദാസിമാർ, കം 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 വെരി ഫാസ്റ്റ്. പരിശുദ്ധാത്മാവ് ഇവിടെ തൊടുന്നു. അഭിഷേകത്തിന്റെ ജ്വലനം ഇന്ന് രാവിലെ. കമോൺ, ഇവിടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ കർത്താവിന്റെ മഹത്വം ഇവിടെ ചലിക്കുന്നു. പാസ്റ്റർമാമി ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തേ, ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തേ. അഭിഷേകത്തിന്റെ ജ്വലനം, ആത്മശക്തിയുടെ ആഴം ഇന്ന് രാവിലെ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചോളെ. അഭിഷേകത്തിന്റെ പുതപ്പ്, ആത്മശക്തിയുടെ ആഴം. Come on, speak in other tongues. Yes, കൃപാവരങ്ങളുടെ ജ്വലനം, കൃപാവരങ്ങളുടെ ജ്വലനം. വാതുറന്ന് ആരാധിച്ചപ്പോളെ അഭിഷേകത്തിന്റെ ജ്വലനം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. Touch Holy Spirit. Yes, അന്യഭാഷ, അന്യഭാഷ. അത് അന്യഭാഷയാ, അത് അന്യഭാഷയാ. കർത്താവ് നിന്നെ തൊട്ട് കഴിഞ്ഞു ഈ രാവിലെ. Speak. Yes, that's the anointing. That's the anointing. വാതുറന്ന് പ്രവചനാത്മാവിന്റെ ആഴം, വെളിപ്പാടിന്റെ കൃപ. Yes, Holy Spirit, in the name, touch and fill with your power.
നിന്നെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കയ്യാ. ഇന്ന് രാവിലെ ആ വിളി ഉറപ്പാക്കപ്പെടുകയാ. തിരുനാമത്തിന്റെ മഹിമയ്ക്കായി, തിരുരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഒരു കാഹളം ഊതുന്നത് പോലെ God want to use you the mighty way. Submit yourself. Oh, അഭിഷേകത്തിന്റെ ജ്വലനം ആത്മാവിൽ. Come on. Yes, that's the anointing. That's the anointing. Holy Spirit, touch and fill with your power. Oh, കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ നിറവ്. ആത്മശക്തിയുടെ പുതപ്പിന 20 ലക്ഷം പേരുടെ പാസ്റ്ററാണ് മോശ. 20 ലക്ഷം പേരുടെ പേര്. പക്ഷേ അതിന്റെ നടുവിലും 5 പുസ്തകം എഴുതാൻ ആത്മാവിന് നിയോഗം തോന്നി. നിന്റെ വ്യത്യസ്തമായ നിലയിൽ അധികാരത്തോടെ നിന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കുന്ന ദൈവമകത്വം പ്രാപിക്കട്ടെ. കൃപാവരങ്ങളുടെ ജ്വലനം ആരാധിച്ചോ. Receive that anointing. Receive. നാവിന്റെ കെട്ടഴിയുന്നു, നാവിന്റെ കെട്ടഴിയുന്നു. അന്യഭാഷകൾ ദൈവത്തോട് സംസാരിക്കാൻ ഈ രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കുന്നല്ലോ. ഹോളി സ്പിരിറ്റ് വനെ വാതുറന്ന് ആരാധിക്കണ ശബ്ദം ഉയർത്തി. അഭിഷേകം, ആത്മശക്തി വാതുറന്ന് ആരാധിച്ചോ. ഇവൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു. ഇവന്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പ്. ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചവനെ ശബ്ദം ഉയർത്തി. നാവിനെ കെട്ടഴിയട്ടെ. അന്യഭാഷ വ്യക്തമായി ദൈവത്തോട് സംസാരിക്കാൻ അധികാരം, അഭിഷേകം, മാളിക മുറികൾ പകർന്ന അഭിഷേകം നിന്റെ നാവിന്റെ മേൽ. സ്പീക്ക്. അഭിഷേകം, അഭിഷേകം. വാതുറന്ന് ആരാധിക്കുക, വാതുറന്ന് ആരാധിക്കുക. Open your mouth, open your mouth. ഒരു വലിയ ബ്രേക്ക്. Yes, yes. മൂർച്ചയുള്ള വാളെന്ന പോലെ ശത്രുക്കളുടെ നെഞ്ചത്ത് തിറക്കുന്ന അമ്പ് പോലെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ തീയിൽ ദൈവാത്മാവിന്റെ പുറത്തെടുക്കുന്നു. പ്രാപിക്കട്ടെ. ശത്രു തകർത്ത് കളയാൻ വാദിച്ചത്, ഇല്ലാതെയാക്കാൻ വാദിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ ചരിത്രം തമ്പുരാൻ എഴുതിയിട്ട് പറയുന്നു, നിന്നെ ഉപയോഗിക്കാൻ. ഇവരെ ബാക്കിലോട്ട് വന്ന് ഇവനെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചേ. Heavy anointing. Yes. Open your mouth and worship the Lord. അഭിഷേകത്തിന്റെ ജ്വലനം, ആത്മശക്തിയുടെ ആഴം. വാതുറന്ന് ആരാധിക്കുന്ന ശബ്ദം ഉയർത്തി. Open your mouth and receive the anointing. In the name. ഇതിനകത്തൊരൊറ്റ കുഞ്ഞ് മൗനമായി നിൽക്കണ്ട. വാ തുറന്ന ദൈവത്തെ ശ്രദ്ധിക്കണം. മോളെ കണ്ണടച്ച് ക്ലോസ് യുവർ ഐസ്. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. അഭിഷേകത്തിന്റെ ജ്വലനം.
Holy Spirit, come now and touch Tina. കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിക്കട്ടെ, കുഞ്ഞുങ്ങൾ ആത്മാവിൽ ആരാധിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും വാ തുറന്ന് ആരാധിക്കട്ടെ, ശബ്ദമുയർത്തി ആരാധിക്കട്ടെ. നന്നായിട്ട് കൈയടിക്കണം, വാ തുറന്ന് ആരാധിക്ക. കർത്തൃദാസന്മാരെ ഒരുമിച്ച് വാ തുറന്ന ശക്തിയോട് സഹോദരിമാരുടെ വരവിൽ അഭിഷേകത്തിന്റെ ജ്വലനം, ആത്മശക്തിയുടെ ആഴം, മാളിക മുറിയിൽ പകർന്ന അഭിഷേകം. ഇത് കാറ്റ് പോലെയാ, ഇത് കാറ്റ് പോലെയാണ്, ഇത് തീ പോലെയാ, ആളി കത്തുന്ന തീ പോലെ, പെയ്തിറങ്ങുന്ന മഴ പോലെ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പൻ വകയാത്ത ആത്മനദിയുടെ ആഴം. Receive in the name, receive in the name, receive in the name. Hallelujah, hallelujah. Rimana Shandhara Daragal Karagadala. Hallelujah. Shabala barabala baragadagala rabala banagadagula rabal kamana baude binagadagam. ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിഷേകത്തിന്റെ ജ്വലനം, ആത്മശക്തിയുടെ ആഴം, അഭിഷേകത്തിന്റെ തീയായി. Open your mouth and worship the Lord. പരിശുദ്ധാത്മാവിനെ തൊടുന്നു, പരിശുദ്ധാത്മാവിന്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങുന്നു. Receive in the name. ഫാദർ ആരാധിക്കുക യേശുവിന്റെ നാമത്തിൽ. Yes, fill with your power, fill with your glory. Rimakara thara baba baba. വാതുറന്ന് ശക്തിയോടെ ശക്തിയോടെ. Lord in the name, Lord in the name of Jesus. കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചവർ ഒരു നിമിഷം അക്കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അർപ്പണം ചെയ്യും ആത്മനിയോഗാൽ അല്പമെനിക്ക് ഉള്ളതെല്ലാം അർപ്പണം ചെയ്യും ആത്മനിയോഗാൽ അല്പമെനിക്ക് ഉള്ളതെല്ലാം ഉന്നതനേ തവ സേവയും ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. ആത്മാവിനൊന്ന് പാടിയേ. ഉന്നതനേ തവ സേവയും ജീവിതം ഒന്നു മതി. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ, നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ
വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ